I am Ennemcien. റൂതർഫോർഡിൻ്റെ ഒരു സ്കാറ്ററിങ് എക്സ്പെരിമെൻറ്റ് ഉണ്ട്. ആറ്റം മോഡൽ കുറ്റവും കുറവും പരിഹരിച്ച് തിയററ്റിക്കൽ എക്സ്പ്ലനേഷൻസിനും മറ്റു കാര്യങ്ങൾക്കും വേണ്ടി ഒരു പെർഫെക്റ്റ് ആറ്റം മോഡൽ ആവശ്യമായിട്ട് വന്നു. അതിൻ്റെ ചൂട് പിടിച്ചാണ് ഈ റൂതർഫോർഡ് സ്കാറ്ററിങ് എക്സ്പെരിമെൻറ്റിൻ്റെ പ്രാധാന്യം കാണേണ്ടത്. വളരെ കനം കുറഞ്ഞ ഒരു ഗോൾഡ് ഫോയിലിലേക്ക് പല സ്പീഡിൽ ഓരോ സമയത്ത് ഓരോ സ്പീഡ് മാറ്റി കൊടുക്കത്തക്ക അറേഞ്ച്മെൻറ്റോടുകൂടി ആൽഫ പാർട്ടിക്കിൾസിൻ്റെ ഒരു ബീം ഇങ്ങനെ ഗോൾഡ് ഫോയിലിലേക്ക് അയക്കുന്നു. എന്നിട്ട് ഇതിൽ നിന്നും പുറത്തു വരുന്ന ആൽഫ പാർട്ടിക്കിൾ പല ഡിഗ്രിയിൽ പല ആംഗിളിൽ അളക്കുന്നു. എന്നിട്ട് അതിൻ്റെ നമ്പറും ഒക്കെ കണ്ടുപിടിക്കുക, എനർജിയൊക്കെ ആയിട്ട് ബന്ധിപ്പിക്കുക, ഫോയിലിൻ്റെ തിക്നെസ്സുമായിട്ട് ബന്ധിപ്പിക്കുക. ഇതെല്ലാം ചെയ്തപ്പോൾ കിട്ടിയ റിസൾട്ടാണ് നമുക്ക് ചർച്ച ചെയ്യേണ്ടത്. ഇതിപ്പോൾ ഒരു ഗോൾഡ് ഫോയിലാണ്, തിക്നെസ് വളരെ കുറവ്. ഒരു ബീം ഓഫ് ആൽഫ പാർട്ടിക്കിൾ, ഒരു നിശ്ചിത എനർജിയുള്ള ആൽഫ പാർട്ടിക്കിൾ ഈ ഫോയിലിലേക്ക് ചെന്ന് ഹിറ്റ് ചെയ്യുന്നു. അതിനുശേഷം ഇത് പുറത്തിറങ്ങി പല ഡയറക്ഷനിലേക്ക് പോകും. ഇതാ ഒറിജിനൽ ഡയറക്ഷൻ. പല ആംഗിളിൽ, ഈ ഒറിജിനൽ ഡയറക്ഷനിൽ നിന്ന് ഉള്ള ആംഗിൾ തീറ്റ, പല ആംഗിളിൽ ഇത് സ്കാറ്റേർഡായിട്ട് വരും. ഓരോ ആംഗിളിലും സ്കാറ്റർ ചെയ്ത് പുറത്ത് വരുന്ന ആൽഫ പാർട്ടിക്കിളിൻ്റെ നമ്പർ ഒരു കൗണ്ടർ വെച്ച് എണ്ണാം. ചില ആൽഫ പാർട്ടിക്കിൾ തിരിച്ചു പോകുന്നതായിട്ടും കാണാം. അപ്പോൾ ഈ 0 to 90 ഇടയ്ക്ക് സ്കാറ്ററിങ് നടത്തുന്ന പാർട്ടിക്കിൾസ് ഉണ്ട്, 180 ഡിഗ്രി നടത്തുന്നതുണ്ട്, മറ്റ് ആംഗിൾസിൽ നടത്തുന്നതുണ്ട്. ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പല എനർജിയുള്ള ആൽഫ പാർട്ടിക്കിൾ കടത്തി വിടുന്നു, പല തിക്നെസ് ഉള്ള ഫോയിലുകൾ ഉപയോഗിക്കുന്നു, പല ആംഗിളിൽ പുറത്ത് വരുന്ന ആൽഫ പാർട്ടിക്കിളിൻ്റെ എണ്ണം എടുക്കുന്നു. ഇങ്ങനെ ഉപയോഗിച്ച പല മെറ്റീരിയൽ ഉപയോഗിച്ച് ചെയ്യുന്നു. മെറ്റീരിയൽ മാറുമ്പോൾ അറ്റോമിക് നമ്പർ മാറുമല്ലോ. പീരിയോഡിക് ടേബിൾ ഉപയോഗിച്ച് അറ്റോമിക് നമ്പറും കാര്യം വീര്യവും ഒക്കെ വെച്ച് കാൽക്കുലേഷൻസ് നടത്തുക, ചില അസംഷൻസ് നടത്തുക. അതിൽ നിന്ന് കിട്ടുന്ന റിസൾട്ടുകൾ ഉപയോഗിച്ചാണ് ആറ്റത്തിൻ്റെ ഒരു സ്ട്രക്ചറിനെ പറ്റി ഒരു പിക്ചർ മനസ്സിലുണ്ടാവുക. അപ്പോൾ ഈ എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്തപ്പോൾ കിട്ടിയ റിസൾട്ട്, ഇതിപ്പോൾ ഒരു ന്യൂക്ലിയസ് ഇവിടെ ഇരിക്കുക, അതിൻ്റെ അറ്റോമിക് നമ്പർ ഇസഡ്, ഒരു ചാർജ് അപ്പോൾ ഇസഡ് ഇൻറ്റു ഇ, അതിനകത്ത് പെണ്ണാങ്കട്ടയിലും ആയിക്കോട്ടെ. ഇപ്പോൾ പ്ലസ് ഒരു ചാർജ് ഉണ്ട് ഇസഡ് ഇ. ഒരു ആൽഫ പാർട്ടിക്കിൾ ഇവിടെ നേരെ ന്യൂക്ലിയസിൻ്റെ പരിസരത്തൂടെ പോകത്തക്കവണ്ണം വരുന്ന കേസ് ഐ എടുത്തിരിക്കുന്നത്, നേരെ വരുന്നത് ഹെഡ് ഓൺ കൊളീഷൻ നടത്താൻ വരുന്നത്, അത് നേരെ തിരിച്ചു റിട്ടേൺ അടിക്കാനാണ് സാധ്യത. പരിസരത്തൂടെ പോകുന്നത് ഇതും പോസിറ്റീവ് ചാർജ്, ഇതും പോസിറ്റീവ് ചാർജ്, വെട്ടിത്തിരിഞ്ഞ് ഇങ്ങനെ പോകും. ഈ പോകുന്ന ആംഗിൾ ഓഫ് ഡിഫ്ലക്ഷൻ തീറ്റ ഓഫ് ദി ആൽഫ പാർട്ടിക്കിൾ. ഇവിടുന്ന് കിട്ടിയത് ഒരു നിശ്ചിത സമയം, ടൈം ഇൻ്റർവെൽ എടുക്കുക, 10 മിനിറ്റ് അല്ലെ 5 സെക്കൻഡ് 2 സെക്കൻഡ്, ഇതായത് ഇഷ്ടമുള്ള എടുക്കുക. ടൈം ഫാക്ടർ നമ്മൾ കോൺസ്റ്റൻ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നു. ഒരു മിനിറ്റിൽ പുറത്ത് വരുന്ന ഇന്ന ആംഗിളിൽ പുറത്ത് വരുന്ന ആൽഫ പാർട്ടിക്കിൾ എത്ര, അല്ലെ ഒരു 5 മിനിറ്റിൽ എത്ര, അതായത് ആ ടൈം ഫാക്ടർ നമ്മൾ ഫിക്സ് ചെയ്തിട്ടാണ് എന്ന് പറയുന്നത്. ഇപ്പം നമ്പർ ഓഫ് ആൽഫ പാർട്ടിക്കിൾ തീറ്റ എന്ന ആംഗിളിൽ പുറത്ത് വരുന്ന നമ്പർ ആദ്യം പറയാം. ദാറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു ഡി, തിക്നെസ് ഓഫ് ദി ഫോയിൽ. ഒരു റിസൾട്ട് ഇതാ, നമ്പർ ഓഫ് ആൽഫ പാർട്ടിക്കിൾ സ്കാറ്റേർഡ് ഓർ ഡിഫ്ലക്റ്റഡ് അറ്റ് ആംഗിൾ തീറ്റ, n ഈസ് പ്രൊപ്പോർഷണൽ ടു ഡി, ഫോയിൽ തിക്നെസ്. രണ്ടാമത്തെ പോയിൻ്റ്, നമ്പർ ഈസ് പ്രൊപ്പോർഷണൽ ടു 1/സ്ക്വയർ ഓഫ് കൈനറ്റിക് എനർജി. 3, n ഈസ് പ്രൊപ്പോർഷണൽ ടു ഇസഡ് ഡി സ്ക്വയർ ഓഫ് ദി ചാർജ് ഓഫ് ദി ന്യൂക്ലിയസ്. അവിടെ ചാർജ് ഉണ്ട് എന്ന് അറിഞ്ഞാൽ മതി, ഏതോ ചാർജ് അവിടെ ഉണ്ട്, അത് അതിന് തെറിപ്പിക്കുന്നതും ഒക്കെ, അത് ഇസഡ് ഡി എന്നിരിക്കട്ടെ. Then n is proportional to 1/sin⁴ θ/2. ഈ തീറ്റ മാറ്റി ചെയ്യുമ്പോഴാണ് ഈ റിസൾട്ട് ഉപയോഗിക്കുന്നത്.
ഈ ഓരോന്നെടുക്കുമ്പോഴും മറ്റുള്ളതെല്ലാം കോൺസ്റ്റൻസാണ്. ഈ കൈനറ്റിക് എനർജി ഇസഡ് തീറ്റ ഇതെല്ലാം കോൺസ്റ്റൻ്റ് നിർത്തിക്കൊണ്ട് പല തിക്നെസ്സിലുള്ള ഫോയിൽ ഉപയോഗിക്കുമ്പോഴാണ് ഈ റിസൾട്ട് കിട്ടുക. അതുപോലെ ഇതെല്ലാം കോൺസ്റ്റൻസ് ആക്കി നിർത്തിക്കൊണ്ട് പല കൈനറ്റിക് എനർജിയുള്ള ആൽഫ പാർട്ടിക്കിൾ അങ്ങോട്ട് അയച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന റിസൾട്ട് ആണ് ഈ എഴുതിയിരിക്കുന്നത്. ആൻഡ് സോ ഓൺ. ഇതാണ് ഇതിൽ നിന്ന് കിട്ടിയ പ്രധാനപ്പെട്ട 4 പോയിൻറ്റ്സ്. ഇനി ഇതിൻ്റെ കൺക്ലൂഷൻസായിട്ട് നമുക്ക് പറയാവുന്നത് ഞാൻ വൺ ബൈ വൺ ആയിട്ട് പറയാം. ഇൻക്രീസ് ഇൻ ഫോയിൽ തിക്നെസ് ഇൻക്രീസസ് നമ്പർ ഓഫ് ആൽഫ പാർട്ടിക്കിൾസ് സ്കാറ്റേർഡ് ഔട്ട്. അത് കണ്ടല്ലോ, n ഈസ് പ്രൊപ്പോർഷൻ ടു d. തിക്നെസ് കൂടുന്തോറും സ്കാറ്റർ ചെയ്യുന്ന ആൽഫ പാർട്ടിക്കിളിൻ്റെ എണ്ണം കൂടുന്നു. 2, ഗ്രേറ്റർ ദി കൈനറ്റിക് എനർജി ഓഫ് ദി പാർട്ടിക്കിൾസ് സ്മോളർ ഈസ് ദി ആംഗിൾ ത്രൂ വിച്ച് ദേ ആർ ഡിഫ്ലക്റ്റഡ്. കൈനറ്റിക് എനർജി 1/കൈനറ്റിക് എനർജി സ്ക്വയർ എന്നല്ലേ. അപ്പോൾ കൈനറ്റിക് എനർജി അത് ഇതിൽ നിന്നൊക്കെ എടുത്ത അനുമാനത്തിൽ നിന്ന് ചില തിയറി വെച്ചോണ്ട് ക്ലാസിക്കൽ തിയറി ഉപയോഗിച്ച് കണക്കുകൂട്ടി ഡിറൈവ് ചെയ്തിട്ട് ഫോർമുല നമ്മളിത് പറയുന്നത്. എക്സ്പെരിമെൻ്റൽ റിസൾട്ട് നേരിട്ട് ഉപയോഗിക്കും, ഇല്ല തിയറി ഉപയോഗിക്കും. അപ്പോൾ കൈനറ്റിക് എനർജി കൂടുമ്പോൾ ഒരു നിശ്ചിത ആംഗിളിൽ പുറത്തു വരുന്ന സ്കാറ്റേർഡ് ആൽഫ പാർട്ടിക്കിളിൻ്റെ എണ്ണം കുറയുന്നതായിട്ട് കാണുന്നു. എ സിമ്പിൾ കൊളീഷൻ ക്യാൻ ഡിഫ്ലക്റ്റ് എ പാർട്ടിക്കിൾ ത്രൂ എ ലാർജ് ആംഗിൾ. ഒറ്റ കൊളീഷനേ ഉള്ളൂ. പാഞ്ഞു വരുന്ന ആൽഫ പാർട്ടിക്കിൾ നമുക്കിപ്പോൾ ന്യൂക്ലിയസ് എന്ന് പറയാം. ഒരു ന്യൂക്ലിയസിൻ്റെ നേരിട്ട് ഒറ്റ ലൈന് ആൽഫ പാർട്ടിക്കിൾ ഇരിക്കുന്ന ലൈനിൽ കൂടെ ഇടിക്കുമ്പോഴാണ് 180 ഡിഗ്രി ഡിഫ്ലക്റ്റ് ചെയ്ത് തിരിച്ചടിക്കുന്നത്. അപ്പോൾ ബൈ ഹെഡ് ഓൺ കൊളീഷൻ റിവേഴ്സസ് ഇറ്റ്സ് ഡയറക്ഷൻ. നേരെ തിരിച്ചു പോകും. 180 ഡിഗ്രി അപ്പോൾ ഡിഫ്ലക്ഷൻ. അതായത് ലാർജ് ഡിഫ്ലക്ഷൻസ് ആർ പോസിബിൾ ഫോർ ലാർജ് ന്യൂക്ലിയർ ചാർജ് Z/E. കാരണം n ഈസ് പ്രൊപ്പോർഷൻ ടു Z/E സ്ക്വയർ എന്ന് കിട്ടിയല്ലോ, പറഞ്ഞല്ലോ. അടുത്ത 5ാമത്തെ പോയിന്റ്, കൊളിഷൻസ് ആർ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക്. ഈ എനർജി നഷ്ടമൊന്നും കാണുന്നില്ല, ഇത് വെട്ടിത്തിരിയുന്നേ ഉള്ളൂ. ഇപ്പോൾ പെർഫെക്റ്റ് ഇലാസ്റ്റിക് കൊളിഷൻ്റെ പ്രത്യേകത ദെയർ ഈസ് നോ ലോസ് ഓഫ് എനർജി ബിഫോർ ഇമ്പാക്റ്റ് ഈക്വൽസ് എനർജി ആഫ്റ്റർ ഇമ്പാക്റ്റ്. അത് എക്സ്പെരിമെൻറ്റിൽ നിന്ന് കിട്ടുന്ന റിസൾട്ടായത്. അത് ഓൾ ഓഫ് ദി പോസിറ്റീവ് ചാർജ് ഓഫ് ആൻ ആറ്റം of the foil is confined to a small dimension, to a dimension smaller than 10⁻⁻14 meter. അപ്പോൾ ഇതിൽ നിന്ന് അനുമാനിച്ചെടുക്കാവുന്ന കാര്യം, ആറ്റത്തിലെ ന്യൂക്ലിയസ് എന്ന് പറയുന്നത് ഒരു ചെറിയ സ്പേസിൽ ഒതുങ്ങി നിൽക്കുന്നു. കാരണം വളരെയേറെ ആൽഫ പാർട്ടിക്കിൾ വലിയ കുഴപ്പം കൂടാതെ ഈ ഡയറക്റ്റ് ആയിട്ട് 180 ഡിഗ്രി ഡിഫ്ലക്റ്റ് ചെയ്ത് വരുന്ന ആറ്റത്തിൻ്റെ എണ്ണം തുച്ഛമാണ്. അപ്പോൾ ഡയറക്റ്റ് കൊളീഷൻ നടക്കുന്ന സാധ്യത വളരെ കുറവാണ്. അപ്പോൾ ഈ സൈസ് തീരെ ചെറുതാണെന്ന് അർത്ഥം ന്യൂക്ലിയസിൻ്റെ. കൂടുതലും ഇതങ്ങ് ഒന്നുകിൽ നേരെ പോവാം ഡിഫ്ലക്ഷൻ കൂടാതെ, അല്ലെങ്കിൽ മറ്റേ ആംഗിളിൽ ഡിഫ്ലക്റ്റ് ചെയ്യുക, ചെറിയ ആംഗിളിലൊക്കെ. അപ്പോൾ അതിൻ്റെ അർത്ഥം തന്നെ ആറ്റത്തിൻ്റെ ആറ്റം ഇരിക്കുന്നത് ആറ്റത്തിനുള്ളിൽ ഒത്തിരി empty സ്പേസസ് ഉണ്ട്, അതുവഴി ഇതങ്ങ് പോവാം. അപ്പോൾ ന്യൂക്ലിയസ് വളരെ ചുരുങ്ങിയ ഒരു സ്ഥലത്തേക്ക് ഒതുങ്ങിക്കൂടിയിരിക്കുന്നു. ഓഫ് ദി ഓർഡർ ഓഫ് 10⁻⁻14 മീറ്റർ ഓർ 10⁻⁻15 മീറ്ററാണ് ഇപ്പോൾ അപ്രോക്സിമേറ്റ് ചെയ്തിരിക്കുന്നത്. അതിനെ 1 ഫെർമി എന്ന് പറയുന്നത്. 10⁻⁻15 മീറ്റർ. ലാസ്റ്റ് 7. To a good approximation, all of the weight of an atom is confined to this 10⁻⁻14 മീറ്റർ. ഇത്രയും കാര്യങ്ങളാണ് ഇതിനെപ്പറ്റി അറിയാനുള്ളത്. ഈ റിലേഷൻസ് ഓർത്തിരിക്കുക. ഇതിനെ ബേസ് ചെയ്ത് ചെറിയ ചോദ്യങ്ങളൊക്കെ വരും. അത് തന്നെ ഇങ്ങനെ ഓർത്തിരുന്നാൽ മതി. പ്രൊപ്പോർഷൻ ടു എന്നും പറഞ്ഞ് ഓർത്തിരുന്നാൽ മതി. ഒരു ചെറിയൊരു ചോദ്യം. 10 keV 10 കിലോ ഇലക്ട്രോൺ വോൾട്ട് ആൽഫ പാർട്ടിക്കിൾസ്. 10 keV 10 കിലോ ഇലക്ട്രോൺ വോൾട്ട് എനർജിയുള്ള 1000 ആൽഫ പാർട്ടിക്കിൾസ് ആർ ഫൗണ്ട് ടു ബി ഡിഫ്ലക്റ്റഡ് അറ്റ് 47.8 ഡിഗ്രി
when the particles, 47.8 degree, that what will be the number deflected when the energy is increased to 20 keV, 20 kilo electron volts. ഇവിടെ ഇപ്പോൾ നമുക്ക് മുമ്പേ കണ്ട റിസൾട്ട് 4 റിസൾട്ടിൽ ഒരെണ്ണം എടുത്താൽ മതിയല്ലോ. N is proportional to T എന്നൊക്കെ പറഞ്ഞെടുത്തു. അതിനകത്ത് ഒരെണ്ണം ഇതായിരുന്നല്ലോ, N is proportional to 1 by kinetic energy square, 3k². അപ്പോൾ ബാക്കി ഫാക്ടേഴ്സ് എല്ലാം കോൺസ്റ്റൻ്റ് ആണെങ്കിൽ നമുക്ക് ഇതിങ്ങനെ എഴുതാം, N into EK² is a constant. NEK² is a constant, or N1 E1² equals N2 E2². ഇങ്ങനെ എഴുതാം ഈ റിലേഷൻ. അപ്പോൾ അത് ഡിവൈഡ് ചെയ്ത് ഇവിടെ നിന്ന് N1/N2 കണ്ടുപിടിച്ചാൽ E2² മൈനസ് E1² എന്ന് വരും. N1 ഇവിടെ 1000 ബൈ N2 അതാ കണ്ടുപിടിക്കേണ്ടത്, ഈക്വൽസ് E2², രണ്ടാമത്തെ കൈനറ്റിക് എനർജിയാണ്, അത് 20 കിലോ ഇലക്ട്രോൺ വോൾട്ട്, അത് കാരണം ചെയ്യേണ്ട 20² ഡിവൈഡഡ് ബൈ E1 10 കിലോ ഇലക്ട്രോൺ വോൾട്ട്, 10². This is 4. So N2 equals 1000 by 4, that is 250. അപ്പോൾ കൈനറ്റിക് എനർജി ഡബിൾ ചെയ്തപ്പോൾ 10-20 ആക്കിയപ്പോൾ പുറത്ത് വന്ന ഒരു ആംഗിൾ 47.8 ഡിഗ്രി എന്ന ആംഗിൾ ഡിഫ്ലക്റ്റ് ചെയ്ത് വരുന്ന ആൽഫ പാർട്ടിക്കിളിൻ്റെ എണ്ണം 250 ആയിട്ട് കുറഞ്ഞു. ഈ 47.8 ഡിഗ്രി എന്നൊക്കെ തന്നിരിക്കുന്നത് വെറുതെ കളിപ്പിക്കാൻ, ആ ആംഗിളിൻ്റെ ആവശ്യം ഈ പ്രോബ്ലത്തിൽ ഇല്ല. താങ്ക് യു.